ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ചയുടെ ഭാഗമായിട്ടും അർബുദ ചികിത്സയിൽ ഈ അടുത്ത കാലങ്ങളിൽ വന്ന മാറ്റങ്ങളുടെ ഭാഗമായിട്ടും അർബുദം ബാധിച്ച് അത് അതിജീവിച്ച ഒരു വലിയ സമൂഹം തന്നെ നമുക്കിടയിലുണ്ട്. ആ കൂട്ടത്തിൽ നിന്ന് അർബുദ ബാധിതരായ കൗമാരപ്രായത്തിലുള്ള പെൺകുട്ടികൾക്കും കല്യാണം കഴിഞ്ഞിട്ടില്ലാത്ത സ്ത്രീകൾക്കും അവരുടെ പ്രജനന ശേഷിയും ശക്തിയും എങ്ങനെ സൂക്ഷിക്കാം എന്ന ചോദ്യത്തിന് ഉത്തരമാണ് അണ്ഡം ശീതീകരിച്ച് വയ്ക്കുന്നത്. നമസ്കാരം, ഞാൻ ഡോക്ടർ രാംഗോപാൽ പിള്ളൈ, തിരുവനന്തപുരത്തെ ആദ്യത്തെ IVF ഹോസ്പിറ്റലായ സമദ് ഹോസ്പിറ്റലിലെ IVF സ്പെഷ്യലിസ്റ്റും ലാപ്രോസ്കോപ്പിക് സർജനും ആണ്. ഈ അണ്ഡശീതീകരണം ആർക്കൊക്കെയാണ് ഉപയോഗപ്രദമാകുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യമായി കൗമാരപ്രായത്തിലോ ഇല്ലെങ്കിൽ കല്യാണം കഴിയാത്ത അവസ്ഥയിലോ ഉള്ള സ്ത്രീകൾക്ക് അർബുദ ബാധ വരികയും അതിൻ്റെ ഭാഗമായി ഉള്ള ചികിത്സാ രീതികളുടെ ഭാഗമായി ശസ്ത്രക്രിയയോ കീമോതെറാപ്പിയോ റേഡിയോ തെറാപ്പിയോ വേണ്ടി വരുന്നവരാണ്. അടുത്തതായി മറ്റ് അർബുദങ്ങൾ, അത് ലുക്കീമിയ, ബ്രസ്റ്റ് ക്യാൻസർ, ലിംഫോമ എന്നിവയുടെ ഭാഗമായും പ്രജനനശേഷി നഷ്ടപ്പെടാവുന്നവരാണ്. മൂന്നാമതായി അസുഖം ബാധിക്കാതെ എന്നാൽ താങ്കളുടെ പഠനത്തിൻ്റെ ഭാഗമായോ താങ്കളുടെ ജോലിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയോ താൽക്കാലികമായി ഗർഭധാരണം നീക്കി വയ്ക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ അണ്ഡശീതീകരണം ഉപയോഗപ്രദമാകുന്നത്. ഇനി എങ്ങനെയാണ് ഈ അണ്ഡശീതീകരണം നടത്തുന്നത് എന്ന് നമുക്കൊന്ന് എത്തി നോക്കാം. ആദ്യമായി അണ്ഡോൽപാദനം നടക്കാൻ വേണ്ടിയുള്ള മരുന്നുകൾ എടുക്കുകയും അതിനാൽ വളർത്തിയെടുക്കുന്ന അണ്ഡങ്ങൾ എഗ് പിക്കപ്പ് അഥവാ ഓവം പിക്കപ്പിലൂടെ പുറത്തെടുക്കുകയും അങ്ങനെ പുറത്ത് ലഭിച്ച ആ അണ്ഡങ്ങൾ ലിക്വിഡ് നൈട്രജൻ ഉപയോഗിച്ച് -196 ഡിഗ്രിയിൽ ശീതീകരിച്ച് സൂക്ഷിക്കുകയും ആണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ രോഗബാധിതർ അവരുടെ ചികിത്സ പൂർത്തിയാക്കിയതിന് ശേഷം, രോഗം മുക്തി നേടിയതിന് ശേഷം ഈ ശീതീകരിച്ച് വെച്ചിരിക്കുന്ന അണ്ഡങ്ങളെ ചെയ്ത് എടുക്കുകയും അതിൽ നിന്ന് ഭ്രൂണം ഉണ്ടാക്കുകയും അത് ഗർഭാശയത്തിനുള്ളിൽ നിക്ഷേപിച്ച് ഗർഭധാരണം സാധ്യമാക്കുകയുമാണ് ചെയ്യുന്നത്. ഇത് ഏതെല്ലാം പ്രായത്തിലുള്ള സ്ത്രീകൾക്ക് ഉപയോഗപ്രദമാകും എന്ന് നമുക്ക് നോക്കാം. ആർത്തവം ആരംഭിക്കുന്ന പ്രായം 12, 13, 14 മുതൽ ആർത്തവ വിരാമം നടക്കുന്ന പ്രായം വരെ 40, 45, 48, 50 വരെ ഉള്ള സ്ത്രീകൾക്ക് ഈ സേവനം ലഭ്യമാകുന്നതാണ്. ഈ വിവരങ്ങൾ, അണ്ഡശീതീകരണത്തെക്കുറിച്ചുള്ള ഈ വിവരങ്ങൾ ഇത് ആവശ്യമായി വരുന്ന അർബുദ ബാധിതരായ കൗമാരപ്രായത്തിലുള്ള പെൺകുട്ടികളിലും മറ്റ് കല്യാണം കഴിഞ്ഞിട്ടില്ലാത്ത സ്ത്രീകളിലും എത്തിക്കുന്നതിൽ നിങ്ങളുടെ പങ്ക് ചെറുതൊന്നുമല്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.